ഇറാനിലുടനീളം ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പറയുന്ന കാര്യം, യുദ്ധവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഇറാൻ ഒരുക്കുകയും അമേരിക്കയെ നിരന്തരം വെല്ലുവിളിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ചൈന ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അവർ മുൻകൂട്ടി യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചൈനയുടെ കൂടി ആവശ്യമാണ്. ഭരണ സംവിധാനം താഴെ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായാൽ സാരമായിട്ട് അത് ബാധിക്കുക ചൈനയും പിന്നെ റഷ്യയുമാണ്. അതുകൊണ്ട് ആ മേഖല സുരക്ഷിതമായിരിക്കുന്ന രീതിയാക്കിക്കൊണ്ട് നിലവിലുള്ള ഇറാൻ്റെ ഭരണ സംവിധാനത്തെ നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അറബിക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ, ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ പലതരത്തിലും ഈ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെ അറിയാവുന്നതാണ്. അത് അമേരിക്ക തന്നെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൗരവകരമായ രീതിയിലുള്ള ചർച്ചക്കപ്പുറം ഒരു ആക്രമണ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെ ഒപ്പിക്കണമെന്ന് ഈ ഇറാനുമായിട്ടുള്ള ചർച്ചയോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രതിനിധിയോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ജനീവയിൽ അവസാനിച്ച ചർച്ചയാണെങ്കിലും മുൻപ് ഒമാനിൽ അവസാനിച്ച ചർച്ചയാണെങ്കിലും ഇതിൻ്റെ സ്ഥായിയായിരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക എന്നല്ലാതെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ തന്നെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം യുദ്ധം ഉണ്ടാവുക എന്നുള്ളതല്ല, യുദ്ധം ഒഴിവാവുകയാണ് ആവശ്യം. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പൊട്ടിപ്പുറപ്പെട്ടാൽ അല്ലെങ്കിൽ യുദ്ധ ആരംഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവസാന ഭാഗം എത്രത്തോളം ഉണ്ട് എന്ന് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് യുദ്ധമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് തന്നെ സ്ഥാപിക്കപ്പെട്ട എല്ലാവിധ യുദ്ധ സംവിധാനവും ഉപയോഗിക്കപ്പെടുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നതിൻ്റെ കാര്യം തന്നെ ഇതാണ്. ഈ ഒരു വിഷയം തന്നെയാണ്. ജനീവ കരാർ ഏതെങ്കിലും തരത്തിൽ പൂർത്തിയാകാതിരിക്കുകയോ നയനിലപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിലുള്ള വാശി ഇറാൻ ഉണ്ടാവുകയോ ചെയ്താൽ തീർച്ചയായിട്ടും യുദ്ധം പ്രതീക്ഷിക്കാമെന്ന് ആവർത്തിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യുദ്ധവും ഇല്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ കാര്യം, യുദ്ധാരംഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പല നിലപാടുകളും അല്ലെങ്കിൽ പല താല്പര്യങ്ങളും ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു താല്പര്യം പോലും യഥാർത്ഥത്തിൽ ഇറാൻ അംഗീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, തങ്ങളുടെ നയങ്ങൾ, തങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിലൂന്നിയിരിക്കുന്ന ഒരു ചർച്ച ചെയ്യുന്നെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഈ ചർച്ചയോട് താല്പര്യമുള്ളൂ എന്നും പറഞ്ഞു. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പുനർനിർമ്മിതി, അതായത് ആണവായുധം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തങ്ങൾക്കില്ലെന്നും അതോടൊപ്പം തന്നെ പൂർത്തീകരിക്കപ്പെട്ട അല്ലെങ്കിൽ കൈവശത്തിൽ ഉണ്ട് എന്ന് പറയുന്ന സംവിധാനങ്ങൾ അഥവാ സമ്പുഷ്ടീകരിച്ച യുറേനിയം അതിൻ്റെ തോത് കുറക്കാനും അതിൻ്റെ കാഠിന്യം കുറക്കാനും തങ്ങൾ തയ്യാറാണ്. പക്ഷേ നിർമ്മിക്കപ്പെട്ട അത്രയും യുറേനിയം എന്ന് പറയുന്നത് മൂന്നാം കൈയിലേക്ക് കൊടുക്കുക എന്നുള്ളത് തങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നും അതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാനോടൊപ്പം പൂർണ്ണ രീതിയിൽ ചൈനയുടെയും റഷ്യയുടെയും സഹായങ്ങൾ ഉണ്ട് എന്നുള്ളതും മറ്റ് പുറത്ത് പറയാത്ത പല അന്താരാഷ്ട്ര രംഗത്തുള്ള രാഷ്ട്ര ഭരണാധികാരികളും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഇസ്രായേലിനെയും അമേരിക്കയും ഭൂമിയിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു യുദ്ധമായിട്ട് ഏറെക്കുറെ ഇറാന് നേരെയുള്ള ആക്രമണം മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ സമീപന രീതികളോട് വലിയ എതിർപ്പുള്ള രാജ്യമാണ് ചൈനയും റഷ്യയും. പല കാലത്തിലും പല രീതിയിലും ഇവരാലെ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ചൈനയും റഷ്യയും അനുഭവിക്കുന്നുണ്ട്.
ഇപ്പോൾ അന്നത്തെ കാലം നോക്കുന്ന സമയത്ത്, അതായത് ഏതാനും ഒരു 10 വർഷം മുൻപത്തെ കാലമൊക്കെ നോക്കുന്ന സമയത്ത് പരമാവധി രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും അമേരിക്ക പറയുന്ന അഭിപ്രായത്തോട് പൂർണ്ണമായിരിക്കുന്ന യോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ 2023 സ്ഥിതി, 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ അക്രമത്തോടു കൂടി ലോക ചരിത്രത്തിൻ്റെ രീതികൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾ വന്നു. അതോടനുബന്ധിച്ചുള്ള സമീപനങ്ങൾക്കും മാറ്റങ്ങൾ വന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത് എന്നുള്ളതാണ്. അറേബ്യൻ രാജ്യം അപ്പാടെ തന്നെ മാറുകയും അവരുടേതായിരിക്കുന്ന നിലപാടുകൾ ഉറക്കെ പറയുകയും അമേരിക്കയുടെ നയങ്ങളോടും സമീപനത്തോടും യോജിപ്പില്ല എന്നുള്ളതും, ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ ഇസ്രായേലിനോടൊപ്പമല്ല ഫലസ്തീനികളോടൊപ്പമാണ്, അഥവാ അമേരിക്കൻ വിരുദ്ധ സമീപന നിലപാടുകളാണ് എന്ന് വളരെ കൃത്യതയോടുകൂടി തന്നെ അറേബ്യൻ രാജ്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു ആശ്വാസം ചൈനയ്ക്കും റഷ്യക്കും ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഏതൊരു സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയാണെങ്കിലും അമേരിക്കയുടെ നയങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പം നേരെ തിരിച്ചുകൊണ്ട് റഷ്യയോടും ചൈനയോടും ചേർന്ന് നിൽക്കുകയും അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമായിട്ടല്ല അമേരിക്ക കാണുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇറാൻ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ള നയങ്ങൾ വിജയിക്കുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടി. അത് പൂർണ്ണമായിരിക്കുന്ന പരാജയത്തിലാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ചൈന പറയാതെ പറയുകയാണ്. പല കാർഗോ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അതിൽ അവർ വലിയ നിരീക്ഷണങ്ങളൊക്കെ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയിട്ടും ഇറാൻ്റെ അതിർത്തി വരെ കാണുന്ന വിമാനങ്ങൾ ഇറാൻ്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ കാണുന്നില്ല എന്ന് അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവം അവിടെയൊക്കെ നടക്കുന്നു. ഇതെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതവും പ്രയാസവും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ലോക രാജ്യങ്ങൾ തയ്യാറെടുപ്പ് നടത്തുകയും അതിന് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ആഘാതമുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്നു എന്നവർ മനസ്സിലാക്കുന്നു.